ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്ലിക്ക്. ഈ വീഡിയോയിൽ നമ്മൾ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രിയിലെ എഫ്ലുവൻസും അതുപോലെ തന്നെ വേസ്റ്റ് മാനേജ്മെന്റുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ലെറ്റ് സ്റ്റാർട്ട് വിത്ത് ദ കോമ്പോസിഷൻ ഓഫ് ഇലക്ട്രോപ്ലേറ്റിംഗ് എഫ്ലുവൻസ്. ഇലക്ട്രോപ്ലേറ്റിംഗ് എഫ്ലുവൻസിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നമുക്ക് ആദ്യം നോക്കാം. ഹെവി മെറ്റൽസ് ഉണ്ടാവും. പിന്നെ ഹെവി മെറ്റൽസ് കൂടാതെ അതിൽ സയനൈഡ്സ് ഉണ്ടാവാം, ആസിഡ്സ്, ആൽക്കലീസ്, ഓർഗാനിക് പൊല്യൂട്ടൻസിന്റെ പ്രസൻസ്, സസ്പെൻഡഡ് സോളിഡ്സ് ഉണ്ടാവാം, ടോക്സിക് ആനയോൺസ് ഉണ്ടാവാം. ഹെവി മെറ്റൽസ് ഉണ്ടാവും ലൈക്ക് ക്രോമിയം. ക്രോമിയത്തിൽ തന്നെ ഹെക്സാവാലന്റും ഉണ്ട്, ട്രൈവാലന്റ് ക്രോമിയം ഉണ്ട്. പിന്നെ നിക്കൽ, കാഡ്മിയം, കോപ്പർ, സിങ്ക്, ലെഡ്. ഇതുണ്ടാക്കുന്ന ഒരു എൻവയോൺമെന്റൽ ഇമ്പാക്ട് എന്ന് പറയുന്നത് ആണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. വാട്ടർ പൊല്യൂഷന് കാരണമാവും. ഹെവി മെറ്റൽസും സയനൈഡ്സും ഒക്കെ വാട്ടറിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹാംഫുൾ. സോയിൽ കണ്ടാമിനേഷന് കാരണമാവും. ഫെർട്ടിലിറ്റി റെഡ്യൂസ് ചെയ്യും, ക്രോപ്സിന്റെ ഈൽഡ് ഡിക്രീസ് ചെയ്യുകയും ചെയ്യും. പിന്നെ ഹെൽത്ത് ഹസാർഡ്സ് ഉണ്ടാക്കും. അതുപോലെ തന്നെ അക്വാറ്റിക് ലൈഫിന്റെ കേസിലും ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രിയിലത്തെ വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേന്ന് പറയുന്നത് വേസ്റ്റ് റിഡക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. വേസ്റ്റ് റെഡ്യൂസ് ചെയ്യുക പരമാവധി. ഒന്നെങ്കിൽ നമ്മൾ പ്രോസസ്സ് ഒപ്റ്റിമൈസ് ചെയ്യുക, അതായത് ഒപ്റ്റിമൽ ടെമ്പറേച്ചറിലും കോൺസെൻട്രേഷനിലും നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേസ്റ്റേജ് എന്ന് പറയുന്നത് മിനിമൈസ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്രോസസ്സ് നടത്തുക. അടുത്തത് വരുന്നത് ഡ്രാഗ് ഔട്ട് മിനിമൈസേഷൻ ആണ്. ഡ്രാഗ് ഔട്ട് മിനിമൈസേഷനിൽ നമ്മൾ ഈ പ്ലേറ്റഡ് ഒബ്ജക്ട്സിനെ, ഇലക്ട്രോപ്ലേറ്റിംഗിന് യൂസ് ചെയ്യുന്ന പ്ലേറ്റഡ് ഒബ്ജക്ട്സിന്റെ വിത്ഡ്രോവൽ റേറ്റ്സിനെ പരമാവധി കുറയ്ക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്നത് ക്ലോസ് ലൂപ്പ് റിൻസിങ് സിസ്റ്റം. നമ്മുടെ റീയൂസ് ചെയ്യലാണ്. വാട്ടർ കൺസംഷൻ ആണെങ്കിലും കെമിക്കൽ കൺസംഷൻ ആണെങ്കിലും അത് നമ്മൾ ക്ലോസ് ലൂപ്പിൽ വർക്ക് ചെയ്യുന്ന തരത്തിലാക്കുക. അതുപോലെ ഹസാർഡസ് മെറ്റീരിയൽസിന് വേറെ സബ്സ്റ്റിറ്റ്യൂഷൻ. അതാണ് വേസ്റ്റ് റിഡക്ഷൻ സ്ട്രാറ്റജീസിൽ വരുന്ന മെത്തേഡ്സ്. വേസ്റ്റ് റിഡക്ഷൻ കഴിഞ്ഞ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് റിക്കവറി ആൻഡ് റീസൈക്ലിംഗ് ആണ്. മെറ്റല് റിക്കവർ ചെയ്തെടുക്കുക, അതായത് ഇലക്ട്രോ വിന്നിങ് അല്ലെങ്കിൽ അയോൺ എക്സ്ചേഞ്ച് വഴിയൊക്കെ വാല്യുബിൾ മെറ്റൽസ് ആയിട്ടുള്ള ക്രോമിയം, നിക്കല്, കോപ്പർ തുടങ്ങിയവ വേസ്റ്റ് വാട്ടറിൽ നിന്ന് നമ്മൾ റിക്കവർ ചെയ്തെടുക്കുകയാണ്. പിന്നെ ഉള്ളത് സയനൈഡ് റിക്കവറിയാണ്. സയനൈഡ് റിക്കവറിയിൽ ആൽക്കലൈൻ ഹൈഡ്രോളിസിസും ഓക്സിഡേഷൻ പ്രോസസ്സും ഒക്കെ നടത്തിയിട്ട് സയനൈഡ്സിനെ റീയൂസ് ചെയ്യാൻ പറ്റുന്ന സയനൈഡ്സ് ആക്കി മാറ്റുക എന്നുള്ളതാണ് സയനൈഡ് റിക്കവറിയിൽ വരുന്നത്. പിന്നെ വരുന്നത് റീസൈക്ലിംഗ് ഓഫ് ട്രീറ്റഡ് വാട്ടർ. നമ്മുടെ ട്രീറ്റഡ് വാട്ടർ റീയൂസ് ചെയ്യുക, റീസൈക്കിൾ ചെയ്ത് റീയൂസ് ചെയ്യുക. അപ്പോൾ ഫ്രഷ് വാട്ടർ കൺസംഷൻ അത്രയും കുറച്ച് കിട്ടും നമുക്ക്. അടുത്തത് നമ്മുടെ എഫ്ലൂവന്റ് ട്രീറ്റ്മെന്റ് പ്രോസസ് ആണ് വരുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ പ്രൈമറി ട്രീറ്റ്മെന്റ് ഉണ്ട്, സെക്കൻഡറി ട്രീറ്റ്മെന്റ് ഉണ്ട്, ടെർഷറി ട്രീറ്റ്മെന്റ് ഉണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗിൽ പ്രൈമറി ട്രീറ്റ്മെന്റിൽ ഏതൊക്കെ എടുക്കണമെന്ന് നമുക്ക് നോക്കാം. ന്യൂട്രലൈസേഷൻ എടുക്കുന്നുണ്ട്. ആസിഡ്സും ആൽക്കലീസും ഉള്ളതുകൊണ്ട് അതിന്റെ pH ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈമോ കോസ്റ്റിക് സോഡയോ അതോ സൾഫ്യൂരിക് ആസിഡോ പോലെയുള്ളതൊക്കെ യൂസ് ചെയ്തിട്ട് ന്യൂട്രലൈസേഷൻ ചെയ്യാം. പിന്നെ വരുന്നത് കൊയാഗുലേഷൻ ആൻഡ് ഫ്ലോക്കുലേഷൻ ആണ്. അലുമിനിയം സൾഫേറ്റോ അല്ലെങ്കിൽ ഫെറിക്ലോറൈഡോ പോലെയുള്ള അഗ്രിഗേറ്റ് സസ്പെൻഡഡ് പാർട്ടിക്കിൾസ് ചേർന്ന് ലാർജ് ഫ്ലോക്സ് ഫോം ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മെൻഷൻ ചെയ്തിരുന്ന അടുത്തൊരു പ്രോസസ് എന്ന് പറയുന്നത് സെഡിമെന്റേഷൻ ആണ്. ഈ ഫ്ലോക്സ് സെറ്റിൽ ചെയ്തത് സെഡിമെന്റേഷൻ ടാങ്കിലായിരിക്കും. അത് നമ്മൾ റിമൂവ് ചെയ്ത് സ്ലഡ്സ് കളക്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ഫർദർ ട്രീറ്റ്മെന്റിന് യൂസ് ചെയ്യാം. സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ നമ്മൾ കെമിക്കൽ പ്രോസസ്സസ് വഴിയാണ് ഓർഗാനിക് മാറ്ററിനെ ഡീഗ്രേഡ് ചെയ്യുക, അതുപോലെ ഡീടോക്സിഫിക്കേഷൻ ചെയ്യുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സെക്കൻഡറി ട്രീറ്റ്മെന്റിൽ ചെയ്യുന്നത്. അപ്പൊ സയനൈഡിന്റെ കേസിൽ ലെസ് ഹാംഫുൾ ആയിട്ടുള്ള സയനൈഡ്സ് ആക്കി മാറ്റുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ പ്രോസസ്സ് തന്നെയാണ് ഇവിടെ ചെയ്യുന്നത്, ഓക്സിഡൈസിങ് ഏജൻസ് യൂസ് ചെയ്തിട്ട്. പിന്നെ ബയോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണെങ്കിൽ എയറോബിക്കും എൻഎയറോബിക്കും ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസം കൊണ്ടുവരുന്ന വഴി നമുക്ക് ഓർഗാനിക് പൊല്യൂട്ടൻസിനെ ഡീഗ്രേഡ് ചെയ്യാൻ പറ്റും. അടുത്തത് ടെർഷറി ട്രീറ്റ്മെന്റ് ആണ്. ടെർഷറി ട്രീറ്റ്മെന്റിൽ സാൻഡ് ഫിൽറ്ററോ അല്ലെങ്കിൽ കാർബൺ ഫിൽറ്റേഴ്സോ യൂസ് ചെയ്തിട്ട് ഫിൽട്രേഷൻ, പാർട്ടിക്കുലേറ്റ്സ് റിമൂവ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിൽട്രേഷൻ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അയൺ എക്സ്ചേഞ്ച് വഴി കോപ്പർ, ക്രോമിയം അതിൻ്റെയൊക്കെ അയോൺസ് ഉണ്ടെങ്കിൽ അത് നമ്മൾ സെലക്റ്റീവ് ആയിട്ട് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സ്. പിന്നെ മെംബ്രെയിൻ പ്രോസസ്സസിൽ പെടുന്നത് ഒന്നെങ്കിൽ റിവേഴ്സ് ഓസ്മോസിസ്, വാട്ടർ പ്യൂരിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള, അല്ലെങ്കിൽ അൾട്രാ ഫിൽട്രേഷൻ. ഇതൊക്കെ സോൾട്സും ട്രേസ് മെറ്റൽസും ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്.
ഡിസിൻഫെക്ഷൻ ആണ്. ഡിസിൻഫെക്ഷനിൽ നമ്മൾ ക്ലോറിനേഷൻ, അതുപോലെ UV ട്രീറ്റ്മെന്റ്, ഓസനേഷൻ ഒക്കെ ചെയ്ത് നമ്മൾ പാത്തജൻസിനെ റിമൂവ് ചെയ്യും. അടുത്തത് സ്ലഡ്ജ് മാനേജ്മെന്റ് ആണ്. അപ്പൊ നമ്മൾ ഇൻഫ്ലുവന്റ് കൊടുത്ത് എഫ്ലുവന്റ് ആയി മാറി. അടുത്തത് സ്ലഡ്ജ് മാനേജ്മെന്റ് ആണ്. സ്ലഡ്ജ് മാനേജ്മെന്റിൽ എന്താ ചെയ്യണമെന്ന് നോക്കാം. സ്ലഡ്ജിനെ നമ്മൾ ഡീവാട്ടറിങ് ചെയ്യുക, സ്റ്റെബിലൈസ് ചെയ്തെടുക്കുക, ലൈമോ സിമെന്റോ യൂസ് ചെയ്ത് ഇമ്മൊബൈലൈസ് ചെയ്യുക. ടോക്സിക് മെറ്റൽസിനെ ഇമ്മൊബൈലൈസ് ചെയ്തിട്ട് അതിനെ സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യുക. അതാണ് ചെയ്യുന്നത് സ്ലഡ്ജ് മാനേജ്മെന്റിന്റെ കേസിൽ. പിന്നെ വരുന്നത് മോണിറ്ററിങ് ആൻഡ് കംപ്ലയൻസ് ആണ്. അതിൽ എൻവയോൺമെന്റൽ സ്റ്റാൻഡേർഡ്സിനെ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യും. അതുപോലെ തന്നെ എഫ്ലുവന്റ് ക്വാളിറ്റി മോണിറ്റർ ചെയ്യും. pH ലെവലൊക്കെ ഓക്കെ ആണോ, മെറ്റൽ കോൺസെൻട്രേഷൻസ്, അതുപോലെ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, കെമിക്കൽ ഓക്സിജൻ ഡിമാൻഡ് തുടങ്ങിയിട്ടുള്ള പാരാമീറ്റേഴ്സ് ഒക്കെ ഓക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യലാണ്. ഈ ഇലക്ട്രോപ്ലേറ്റിംഗിൽ എമേർജ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്ന കുറച്ച് ടെക്നോളജീസിന്റെ പേരുകൾ നോക്കി വെക്കണം. ഇലക്ട്രോ കൊയാഗുലേഷൻ, പ്ലാസ്മ ടെക്നോളജി, നാനോ ഫിൽട്രേഷൻ, അതുപോലെ ഗ്രീൻ കെമിസ്ട്രി. ഇതുപോലെയുള്ള എമേർജിങ് ടെക്നോളജീസ് ആണ് നമ്മൾ വേസ്റ്റ് മാനേജ്മെന്റിലെ ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രിയുടെ കേസിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ഇൻഡസ്ട്രിയിലെ എഫ്ലുവൻസിനെ കുറിച്ചും വേസ്റ്റ് മാനേജ്മെന്റ് സ്ട്രാറ്റജീസിനെ കുറിച്ചും അതുപോലെ തന്നെ എമേർജിംഗ് ടെക്നോളജീസിനെ കുറിച്ചും എല്ലാം ഒരു ഐഡിയ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്ന് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു. If you feel like this video is useful, ലൈക്ക് ബട്ടൺ പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് ദി ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ബൈ ഫോർ നൗ.